എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. സ്തുതി ഉയരട്ടെ. സങ്കീർത്തനങ്ങൾ 22:3 ഇപ്രകാരം പറയുന്നു: ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാവുന്നു. ഒരുമിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ വചനം നമ്മൾ കേട്ടിരിക്കുമ്പോൾ തന്നെ സെറാഫുകൾ പരിശുദ്ധനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏശയ്യാ 6:2-3 തിരുവചനങ്ങളിൽ നമുക്കത് കേൾക്കുവാൻ സാധിക്കും. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു: പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അവിടുത്തെ സ്വന്തം മക്കളായ നമ്മളും അവിടുത്തെ സ്തുതിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ സ്തുതിക്കുമ്പോൾ അവിടുത്തേക്ക് ഇരുന്ന് വാഴുവാനുള്ള സിംഹാസനമായി നമ്മുടെ സ്തുതിപ്പുകളും മാറ്റപ്പെടുകയാണ്. ഈ വിശുദ്ധ ദിവസത്തിലും ഇതുവരെ നടത്തിയ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മളും ഒന്ന് തയ്യാറായി മാറുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 136 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നിരവധി സ്തുതിപ്പുകളുടെ ശബ്ദഘോഷം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. സ്തുതിക്കുന്നവന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ വഴിമാറും. വചനം പറയുന്നു: നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവിടുന്ന് നമ്മളെ കണ്ടു. ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവം തന്റെ ദിവ്യജ്ഞാനത്തിൽ നമ്മളെ അറിഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മൾ ജനിച്ചതിന് ശേഷമാണ് നമ്മളെ കാണുന്നത്. എന്നാൽ ദൈവം അതിന് മുമ്പ് നമ്മളെ അറിഞ്ഞ് വിളിച്ച് വേർതിരിച്ച് ഇപ്രകാരം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദൈവ പൈതലായി ആയിരിക്കുമെന്നും ദൈവത്തെ പറ്റി അറിയുമെന്നും പണ്ടേ അറിഞ്ഞ ആ കർത്താവിനെ എപ്പോഴും സ്തുതിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിന്റെ സ്നേഹത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഒരുപക്ഷെ വളരെ പ്രതികൂലങ്ങൾ നമുക്കുണ്ടായിരിക്കാം. നമ്മൾ പ്രതികൂലങ്ങളെ വർണ്ണിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ദൈവത്തെ സ്തുതിക്കുന്നതാണ്. നമ്മുടെ സ്തുതിപ്പുകളുടെ മുകളിൽ ദൈവം വാഴുമ്പോൾ ഒരു പ്രതികൂലവും അവിടെ തലപൊക്കുകയില്ല. പ്രതികൂലങ്ങളുടെ മധ്യത്തിലും എണ്ണമിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം അനുകൂലങ്ങളായി മാറുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. സങ്കീർത്തനം 150:4-6 വരെയുള്ള തിരുവചനങ്ങളിൽ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ, കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത്. സങ്കീർത്തനം 119:175 അങ്ങേ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ എന്ന് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി നമുക്ക് ജീവിക്കാം. സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്ന നമ്മുടെ ദൈവത്തെ മനം തുറന്ന് ഹൃദയം തുറന്ന് മടുപ്പ് കൂടാതെ നമുക്ക് സ്തുതിക്കാം. അതിനായുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.